അത്രയ്ക്കൊന്നും ഇല്ല. നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് ആരും ലിമിറ്റ് ഉപദ്രവമില്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത്. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഹലോ നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഒരു ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ, എന്താ പറയുക, ഷൂട്ടിന് പോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് എഗെയിൻ. രേണുസുതിയാണ് ടോപ്പിക്. ആൻഡ് എനിക്കറിയാം പിള്ളേരെ, കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ഇതിനെപ്പറ്റി ഇനി സംസാരിക്കണം എന്നുള്ള വിചാരിച്ച് നമ്മൾ നിർത്തിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ചില ആളുകൾ വീണ്ടും നമ്മൾ ഇതിനകത്തോട്ട് വലിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു ചേച്ചി വന്നിട്ടുള്ളായിരുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നേ, രേണുസുതി ഇഷ്ടമില്ല പറയാൻ, നീയൊക്കെ ചെയ്യുന്നത് എന്താണ്, അവരെ വിറ്റ് കാശുണ്ടാക്കുമല്ലേ, പണിയെടുത്ത് ജീവിക്കുമോനെ, ഓരോ വാക്കുകളും പോസ്റ്റ്മോർട്ടം ചെയ്യാനിരുന്നാൽ ഇവിടെ ഒന്നും തീരില്ല. സ്വന്തം കുടുംബം അവിടെ സംഭവിച്ചാലേ അതിൻ്റെ ആഴവും ദുഃഖവും അറിയാൻ പറ്റൂ. കഷ്ടം. അതെ, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോഴത്തേക്കിന് അയാളുടെ ഓർമ്മ ദിവസം നമ്മൾ ഇതുപോലെ പാട്ടും പാടി ആഘോഷിച്ച് ഡാൻസ് കളിക്കാണ്ട് നമ്മൾ ചെയ്യുക. അതല്ല, നമ്മൾ ആ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ടിട്ട് പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞതിന് ശേഷം കൂരായണ എന്ന് പറയുന്നത് പോലെ ആ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുകയും അല്ലെങ്കിൽ ഇത്രത്തോളം വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണെങ്കിൽ ഞാൻ എൻ്റെ പേരിൽ ഞാനാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിനെ, ആ സുധിച്ചേട്ടൻ ഇപ്പം മരിച്ചു പോയില്ലേ എന്നുള്ള രീതിയിലാണോ നമ്മൾ പറയുന്നത്. അപ്പം ഇത് കേട്ടിട്ട് ഞാനാണെങ്കിൽ ആ ഒരു ചേച്ചിക്ക് ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചേച്ചി അവർക്ക് ചെലവിന് കൊടുക്കണേ പാവമായിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇപ്പോൾ ദേഷ്യം വന്നോ, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ, തന്നെ വിമർശിക്കാൻ പാടില്ലേ, കൊള്ളാമെന്നുള്ളത്. ചേച്ചി, നിങ്ങൾ എന്നെ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ വിമർശിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, അതിലൊരു തെറ്റുള്ള കാര്യമില്ല. പക്ഷെ ഞാൻ ഇതിവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പണിയെടുത്ത് ജീവിക്കും മോനെ നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഇവിടെ രേണുസുതി ചെയ്യുന്ന പണിയാണോ നമ്മൾ ചെയ്യേണ്ടുന്നത്? കഴിഞ്ഞ ദിവസം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലക്കി ഡ്രോ തട്ടിപ്പ് ഇഷ്യൂ ഒക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ള, ചേച്ചി കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമാണ് രേണുസുതി ചെയ്തേക്കുന്നത്. ബാക്കി അവർ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സായിശേനാണെങ്കിൽ ആ ഒരു കൂപ്പണകത്തുണ്ടായിരുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് അതിന് ശേഷം ഈ പ്രതീഷും രേണുസുതിയും പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് പോവാം. ഞാനേ മലപ്പുറത്താണ് വിളിക്കുന്നത്. ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ ഉണ്ട്. ഇത് എവിടെയാ വീട്? ഇത് വണ്ടൂരാണ്, വണ്ടൂര് ഏരിയാട് അറിയാം. വണ്ടൂര് ഏരിയാട്. അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത്, അവിടെയാണ്. അല്ല, ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം? നമ്മള് ഇതിപ്പോ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോൺ ഉണ്ട്. അപ്പൊ നമ്മളൊരു കസിന്റെ വീടാണത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് ഓരോന്ന് സഹായിക്കുക നല്ല ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സാധനം ലീഗലാണോ കേരളത്തില്? ഇത് ലീഗലാണ്. ഇതിപ്പോ പലരും ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് ഇല്ലീഗലാണ്. മലപ്പുറം എസ് പിന്റെ നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇല്ലീഗലും ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത് ഇല്ലീഗലാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെ? അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ. എങ്ങനെ പറയും? കാര്യം ഈ ഒരു വീടിന്റെ ഉടമസ്ഥന്റെ ബന്ധുവിന് തന്നെ വേണമല്ലോ ഇങ്ങനൊരു വീട് നറുക്കെടുപ്പിനകത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. കാര്യം പാണ്ടിക്കാട് കുഞ്ഞാൻ അവരുടെ ആ ഒരു ലക്കി ഡ്രോ തട്ടിപ്പിലാണെങ്കിൽ കൂടി എന്താണ് ചെയ്തത്, അവരുടെ ആ ഒരു ഉടമസ്ഥന്റെ ആണെങ്കിൽ ബന്ധു അല്ലെങ്കിൽ തന്റെ മകന്റെ സുഹൃത്തിനായിരുന്നു ഈ ഒരു കൂപ്പൺ അടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അതേ രീതിയിൽ വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കണ്ടേ? ഈ ആളുടെ പേര് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഈ ഒരു തട്ടിപ്പ് നടത്താൻ പറ്റും? ആൾക്കാരുടെ പൈസ വാങ്ങിച്ച് മോചിച്ചിട്ട് ഈ പരിപാടി അവർക്ക് കാണിക്കണമല്ലോ. അപ്പൊ അതിന് കൂട്ടു നിന്നത് ആരാണ്? രേണുസുതിയും പ്രതീഷും. ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? ബാക്കി കേൾക്കാം. ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടേ പ്രശ്നം എന്താന്നുള്ളത്? അല്ല, അങ്ങനെ അത് നമ്മള് വീഡിയോയിൽ അങ്ങനെ പറയുമ്പോ അത് ഒരു മോശമല്ലേ. ഞാൻ പറയട്ടെ, ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിച്ചോളി. വെറുതെ രേണുസുതിയും പ്രതീഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുക്കുവോ? വെറുതെ രണ്ടാൾക്കാർ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം. അതെ, അത് കിട്ടുമെന്ന് വിചാരിച്ചെടുക്കാം. നോട്ട് എ പോയിന്റ്, വിചാരിച്ചിട്ടെടുക്കാം. രേണുസുതിയും പ്രതീഷ് ഇവിടെ ആരാണ്? എനിക്കറിയാൻ മേളത്തോട്ട് ചോദിക്കുകയാണ്. ഇവർ പറയുന്നത് കേട്ട് നമുക്കത് എടുക്കാം, പൂർണ്ണമായിട്ട് വിശ്വസിച്ചെടുക്കാം. കാര്യം ഇവിടുത്തെ ലേഡി സൂപ്പർ സ്റ്റാറും കംപ്ലീറ്റ് ആക്ടറും അല്ലേ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തോട്ട് അപ്പീൽ ഇല്ലല്ലോ. എന്തോന്നടേ ഇത്? ഇപ്പോഴും ഇവരെ അന്ധമായിട്ട് ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്തപ്പോൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു. അവരെങ്ങനെ അവരുടെ ഇഷ്ടമുള്ള വർക്ക് ചെയ്ത് ജീവിക്കുന്നതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമുള്ള ഒരു കാര്യമില്ല. പക്ഷേ ഇല്ലീഗലായിട്ടൊരു കാര്യം ചെയ്യുന്നതിന് അതിനെ എങ്ങനെയാണ് നിങ്ങൾ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്?
അവിടെ ആർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വയ്യാത്തൊരാൾക്ക് അല്ലെങ്കിൽ അവരുടെ കടബാധ്യത ഉണ്ടോ എന്തൊക്കെ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ അങ്ങ് ബാലൻസ്ഡ് ആയിട്ട് പോവോ? ചെയ്യുന്നൊരു ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ? അത് ഇല്ലീഗൽ അല്ലേ? ഇല്ലീഗല് ഇതിപ്പോ നമ്മള് ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മള് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടിയിട്ടാണ്. അതിന് GST അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും. അല്ല ഇതില് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടുത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഒരാളെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ നിങ്ങൾ എത്ര കൂപ്പണാ അടിക്കുന്നത്? നമ്മളിത് പിന്നെ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം. കറക്റ്റ് ചെയ്ത് പറയാം എത്ര കൂപ്പണാന്നുള്ളത്. ഞാൻ കണ്ടില്ലേ, ശുദ്ധ തട്ടിപ്പ്. എല്ലാരെയും പറ്റിക്കുന്നു. ഇങ്ങനൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനൊരു തട്ടിപ്പ് അവര് നടത്തിയിരിക്കുകയാണ്. അത് ഈ രേണുസുധീനെ പ്രതീക്ഷിനെ വെച്ചിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ അവർ വന്നിട്ട് ഇത്രയും ഇഷ്യൂസ് നടന്നപ്പോൾ പോലും ഇവർ ഇങ്ങനെ വന്നിട്ട് കാണിക്കുക എങ്ങനെ അവർക്ക് ധൈര്യം തോന്നി? ഇത് കഴിഞ്ഞിട്ട് പ്രതീക്ഷ എന്ന് പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കണമെന്ന്. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണുചേച്ചിയും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. എൻ്റെ പൊന്നോ, ഇവർക്ക് ഇത് അറിയത്തില്ല. ഇപ്പോൾ അവിടുന്ന് കൊച്ചു കള്ളൻ അറിയത്തില്ല പോലും. എന്തുവാടേ ഇത്? സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ സെൻസേഷൻ ആയിട്ടുള്ള രേണുസുധി തന്നെ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു, ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അതായത് രേണുസുധി എന്തോ സംഭവമാണെന്നൊക്കെ ഇന്റർവ്യൂവിനെ തന്നെ വന്നതിന് പറയാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവമാണെന്ന്. അങ്ങനെയുള്ള ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല എന്നുള്ളത്. എന്തുവാടെ ഇതിനെയൊക്കെ നമ്മൾ പറയേണ്ടത്? നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അതെ, ഇതുപോലെ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ബാങ്ക് മോഷണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ പോയി ചെയ്യുമോ? എന്തുവാണ് ഇതിനെ പറഞ്ഞത്? ഇതിനെ നമ്മുടെ നാട്ടിൽ പറയുന്നത് വീണെടുത്ത് കടന്ന് ഉരുളുക എന്നുള്ള വാക്കാണ് ഇവിടെ പറയുന്നത്. അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിൻ്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷേ അവരപ്പോൾ നമ്മുടെ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്ന വരെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമുക്ക് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. നന്നായിട്ടുണ്ട്. അതായത് അവിടെ ചെന്നിട്ട് അവരും വീഡിയോക്കകത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവരവിടെ വീഡിയോ എടുക്കാൻ നേരം അവരവിടെ നിന്നില്ല. ഇവിടെ അപ്പം തന്നെ ഒരു ഉടായ്പ മണത്തോടെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. ഇവിടെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ലോജിക്ക് കണക്ട് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റി പറ്റിപ്പോയി, അത്രയും മതി. ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ RJ അഞ്ജലി ആണെങ്കിലും പുള്ളിക്കാരി വന്നിട്ട് ഒരു തെറ്റ് പറ്റിപ്പോയി, ഓക്കെ ഫൈൻ, എല്ലാവർക്കും അത് മനസ്സിലായി. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് സമൂഹത്തോട് ഒരു അപ്പോളജി ചോദിച്ചിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് തന്നെയല്ലേ ചെയ്യുന്നത്? അവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോഴെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? പോയി ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. ഇത്രയും വലിയ സംഭവങ്ങളാണ്, ഇത്രയും കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമിച്ചു. ഓക്കെ, ഇപ്പം ഇതിനെ കുറെ ആൾക്കാർ ന്യായീകരിച്ചുകൊണ്ട് വരും. കാര്യം അവർ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാനുള്ളത്. നന്മയ്ക്ക് വേണ്ടിയിട്ട് പോയി മോഷണം നടത്തുവോ, കൊലപാതകം, വെട്ടിക്കുത്തും കാര്യങ്ങളൊക്കെ നടത്തുവോ? ഈ പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് രേണുസുധിയോട് ഇത്ര ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? രേണുസുധിയുടെ ഒപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് ഒരാളുടെ അടുത്ത് കൊടുക്കുന്ന ഒരു റിപ്ലൈ ഉണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അത്രയ്ക്കൊന്നും വരില്ല, നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ്
പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. ഇത് മറ്റൊരു ചാനലിൽ വന്നേക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. അപ്പോൾ ഇത് കേട്ടില്ല, ഇതിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. അതായത് ഇവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വെച്ചിട്ട് ഒരു റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ പ്രതീക്ഷ ആണെങ്കിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, രേണു സുധിയുടെ ആ ഒരു നെഗറ്റീവ് ഫെയിം ഉപയോഗിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോഴും കുറേ അന്തം ഫാൻസ് ആയിട്ടുള്ള കുറേ മണ്ടന്മാർ ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത് ജയ് വിളിച്ച് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി രേണു സുധി പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ രേണുസുധിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ട് വന്നു, ലോട്ടറിയുടെ ഇതിന് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രേണുസുധി തട്ടിപ്പിന് കൂട്ട് വന്നു, പരസ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഉള്ള കാര്യം പറയാം, ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ എന്താ പറയുക, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം, അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരത്തതാണ്. പക്ഷേ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല. അവർ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിന് കൂട്ട് തന്നിട്ടില്ല. അത് തട്ടിപ്പേ അല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇങ്ങനെ ലോട്ടറി, ലക്കി സ്റ്റാർ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ, ഇത് കുറേ പ്രശ്നമാകും എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിന്റെ സത്യം. ഇവരുടെ അക്കൗണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് കാണാൻ പറ്റത്തില്ല. വളരെ നല്ലതായിരുന്നു തന്നെ നിങ്ങളത് ടേക്ക് ഡൗൺ ചെയ്തിട്ട് അങ്ങനെ മാറ്റിയ കാര്യം. കുറേ ആൾക്കാർ ഇപ്പം മണ്ടന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ, രേണുസുധി ഉയരുന്ന് പറഞ്ഞിരുന്ന കുറേ മണ്ടരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ഈ പൈസ ഇടുകയും സഹായിക്കണം എന്നുള്ളതിൽ അങ്ങനെയൊക്കെ ചെയ്യരുത്. നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരു ചാരിറ്റി ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ? അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നം തെറ്റായിട്ടൊന്നും പറയുന്ന കാര്യമല്ല. കാര്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് നിങ്ങൾ എന്ത് ഇല്ലീഗലായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്താൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മണ്ടരായിട്ടുള്ള അന്തം കുറേ ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ചാരിറ്റി ചെയ്താൽ പോലും അവർ പൈസ കൊണ്ട് തരത്തില്ലേ? സ്വന്തം കടപ്പാടം വിട്ടിട്ടാണെങ്കിൽ അവർ കൊണ്ടുതരും. കാര്യം അത്രയ്ക്ക് ആരാധനാമൂർത്തിയായിട്ട് നിങ്ങളെ കൊണ്ടു നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും ഈ ഒരു ലക്കി ഡ്രോ ഈ രീതിയിൽ ചെയ്യാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ കുറേ സുഹൃത്തുക്കളാണെങ്കിലും ഉണ്ട്, അവരുടെ അടുത്ത് കൂടെ ഞാൻ പറയുകയാണ്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളും ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് മാക്സിമം ഇത് ഒഴിവാക്കുക. അത് എന്ത് വന്നാലും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ഇന്റർവ്യൂവിലാണെങ്കിൽ രേണുസുധി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ മുൻ ഭർത്താവിനെ കുറിച്ചിട്ട്. അത് നിങ്ങളൊന്ന് കേൾക്കാം. എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സുചേട്ടനെയാണ്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല. അങ്ങനെ സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ സംഭവം എനിക്കറിയില്ല. പാസ്റ്ററിനെ അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷൻ, അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടി. അല്ല, തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഇതിന്റെ സംശയം തിരിക്കുന്നത്. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയാലോ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നിർത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് പറയാണ്ട് ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ വരും. അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നെ ആരും താലി കെട്ടില്ല സുചേട്ടൻ അല്ലാണ്ട് ആരും ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത്. ഇവരെല്ലാം മറ്റേ ജാസ്മിൻ ജാഫറിനെ ഫോളോ ചെയ്ത് വരികയാണ്. ക്ലാരിറ്റി ഇല്ലായ്മ എൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, പെന്തക്കോസ്റ്റിൽ താലികെട്ടില്ല, അങ്ങനത്തെ ആചാരങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ ഇതിന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേ വിഷയം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവരുടെ തന്നെ ഒരു നാട്ടുകാരൻ രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുസുധി പറയുന്നത് കള്ളമാണെന്നുള്ളത്. അതായത് ഇന്റർവ്യൂവിനകത്ത് വന്നിരുന്നിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിയുന്നുണ്ട്. അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ആൾക്കാരിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, അവർക്ക് സത്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ പൊളിയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നമുക്കാണെങ്കിലും പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ അടുത്തറിയുന്ന വ്യക്തികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. അതുകൂടെ മനസ്സിലാക്കുക. രേണുസുധി 1 കിട്ടിയാലെന്ത്, 2 കിട്ടിയാലെന്ത്, 5, 10, 15 കള്ളോ കൊഞ്ചോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ ചെയ്. നമുക്കിവിടെ വിഷയമുള്ള കാര്യമില്ല. എല്ലാവരും അടിച്ചു കയറി വാ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഇല്ലീഗലായിട്ട് ഈ സാധനങ്ങളെ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് പണിയെന്നുണ്ടെങ്കിൽ എനിക്കത് പറ്റൂലടെ. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് എല്ലാവരും പറയും ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര എളുപ്പമാണ്, സുഖമാണെന്നൊക്കെ ഉള്ളത്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.